ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഒരു അടിപൊളി വാട്ടർഫാൾ ആണ്. പത്തനംതിട്ട ജില്ലയിലെ തോട്ടപ്പുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അരുവിക്കുഴി വാട്ടർഫാൾ. ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ്. കോഴഞ്ചേരി പാലം കയറി പമ്പാ നദിയുടെ തീരങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കോഴഞ്ചേരി പാലത്തിൽ കൂടി യാത്ര തുടരുകയാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ്, സ്ട്രെയിറ്റ് റോഡ് MC റോഡ് ടച്ച് ചെയ്യുന്ന തിരുവല്ലയിൽ എത്തുന്നു. തിരുവല്ല കോഴഞ്ചേരി പത്തനംതിട്ട റൂട്ടിൽ നമ്മൾ ഇപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത് നെടുമ്പറയാർ ജംഗ്ഷനിലേക്കാണ്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് നമുക്ക് അരുവിക്കുഴിയിലേക്ക് പോവാം. അരുവിക്കുഴിയിലേക്ക് പോകുന്ന നെടുമ്പറയാർ, ചിറയിറമ്പെ, തോണിപ്പുഴ, ചരൽക്കുന്ന് വഴി നമുക്ക് അരുവിക്കുഴിയിൽ എത്താൻ കഴിയും. കോഴഞ്ചേരിയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമാണ് അരുവിക്കുഴിക്ക്. തിരുവല്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇരവിപേരൂർ, പുറമറ്റം വഴി തടിയൂർ വന്ന് അരുവിക്കുഴിക്ക് വരാൻ കഴിയും. അതുപോലെ തന്നെ റാന്നിയിൽ നിന്ന് വരുന്നവർക്കും തടിയൂർ വന്ന് അരുവിക്കുഴിക്ക് വരാൻ കഴിയും. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് കാണാൻ വരിക. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ട ഒരു ടീ ഷോപ്പിൽ കയറി ചായ കുടിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടരാം എന്ന് തീരുമാനിച്ചു. അവിടെ കയറി ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. അതിമനോഹരമായ രീതിയിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫുഡാണ്. അത് വാങ്ങി കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ യാത്ര തുടരാൻ തീരുമാനിച്ചു. ഭക്ഷണം ഉണ്ടാക്കുന്ന ചേട്ടൻ നമുക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. പുള്ളിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. അതിമനോഹരമായ റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് അരുവിക്കുഴിയിലേക്ക് യാത്ര തുടരാം. അരുവിക്കുഴി വാട്ടർഫാളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നിമിഷ നേരം കൂടെ ബാക്കിയുള്ളൂ. ഇപ്പം നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അരുവിക്കുഴി വാട്ടർഫാളിന്റെ മെയിൻ കെട്ടിടത്തിന്റെ തൊട്ടടുത്തായി ഒരു ഗ്രന്ഥശാലയുണ്ട്. അതിന് തൊട്ടടുത്തായി തന്നെ ചെറിയ ഒരു കെട്ടിടവുമുണ്ട്. ഇതിനകത്ത് നമുക്ക് ജ്യൂസും മറ്റ് ഐസ്ക്രീമും ഒക്കെ കഴിക്കാനുള്ള ഇടമുണ്ട്. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിമനോഹരമായ അരുവിക്കുഴിയുടെ കാഴ്ചകൾ നമുക്ക് കാണാം.
അരുവിക്കുഴി ഒരു സുന്ദരമായ ഭൂപ്രദേശമാണ്. അവിടെ മലിനപ്പെടുത്താതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ വേസ്റ്റ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ മാത്രം നിക്ഷേപിക്കുക. ഇവിടം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൂടിയാണ്. ഫോട്ടോഷൂട്ടിന് അതിമനോഹരമായ ഒരു ഇടമാണ് അരുവിക്കുഴി. അരുവിക്കുഴി വാട്ടർഫാളിൻ്റെ ദൃശ്യങ്ങളും മറ്റും കാണാൻ വേണ്ടി നമ്മൾ താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നായി അരുവിക്കുഴിയുടെ ഈ മനോഹാരിത ഒന്ന് കാണാൻ നമുക്ക് കഴിയും. അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നീരൊഴുക്കിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. പാറയിൽ പായൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ജാഗ്രതാ നിർദ്ദേശം പാലിക്കുക. ശരീരത്തിൽ മുറിവുള്ളവർ ശ്രദ്ധിക്കുക. ജാഗ്രതാ ബോർഡിൽ ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഇനിയും അരുവിക്കുഴി വാട്ടർഫാളിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിമനോഹരമായ കാഴ്ച അരുവിക്കുഴിയുടെ താഴെ ഭാഗത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇന്ന് നല്ല ജനത്തിരക്കുണ്ട്. ആളുകൾ വളരെ ഏറെയുണ്ട്. ഒത്തിരി ആൾക്കാർ വന്ന് കാണാൻ വേണ്ടി, അരുവിക്കുഴി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളും കാലാവസ്ഥയൊക്കെ ഇന്ന് നല്ലതായതുകൊണ്ട് വളരെയധികം ആൾക്കാർ ഇന്നുണ്ട്. നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് ഉള്ള കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് നമുക്ക് അരുവിക്കുഴിയുടെ താഴ്ഭാഗം കാണാനായിട്ട് നമുക്ക് പോകാം.
അരുവിക്കുഴിയുടെ താഴ്ഭാഗത്തെ കാഴ്ചകളും വെള്ളച്ചാട്ടവുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മനോഹരമായ കാഴ്ചയാണ്, അതിമനോഹരം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ സൂപ്പർ കാഴ്ചയാണ്. അരുവിക്കുഴിയുടെ വാട്ടർഫാളിലെ ഏറ്റവും നല്ല കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. അരുവിക്കുഴി എന്ന് പറഞ്ഞാൽ പല പല ചോലകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് ഇവിടെ നിറയുകയാണ്. നിറഞ്ഞ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകി ചാടുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അതിമനോഹരമായ ഒരു വാട്ടർഫാളാണ്. അതിമനോഹരം തന്നെ പറയാൻ കഴിയുള്ളൂ. ഇന്ന് കുട്ടികളൊക്കെ കൂടുതൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി നീന്തി കളിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ട്. ഒത്തിരി ജനം ഇന്ന് കാണാനുണ്ടായിരുന്നു. കാണാൻ അതിമനോഹരമായ ദൃശ്യമായിരുന്നു. വെയിലില്ല, നല്ല വെള്ളച്ചാട്ടം, അതിമനോഹരമായ കാലാവസ്ഥ. ഒരു വൃക്ഷം ഒടിഞ്ഞു കിടക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണതാണെന്ന് തോന്നുന്നു. ഒഴുകി അത് വന്ന് എവിടെ കിടക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ പോയി വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നീന്തുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം നല്ല സ്ഥലങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താൽ അവിടെ വന്ന് നിങ്ങളെ കൂടെ ചേർത്ത് വീഡിയോ തയ്യാറാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കമന്റ് ചെയ്താൽ, നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരം കാഴ്ചകളുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അവിടെ വന്ന് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഇത്തരം വീഡിയോകൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ, സീ യു.